started. ഈ സെയിമിന്റെ ഒരു കാര്യം ഇതാണ്, 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയാ അരമണിക്കൂർ കഴിഞ്ഞേ അവൻ വരൂ. ചിലപ്പോ ഒരു മണിക്കൂറും ആവും. അതല്ല രസം. കഴിഞ്ഞ ദിവസം രാവിലെ മമ്മ പാല് വാങ്ങാൻ കടയിൽ പറഞ്ഞു വിട്ടിട്ടേ ഉച്ചക്കാ എത്തിയത്. ഹോവർ ബോർഡിൽ കറങ്ങി സമയം പോയത് അറിഞ്ഞില്ല പോലും. ദേ വരുന്നുണ്ട്. എന്തൊരു സ്പീഡിലായി ഇവൻ വരുന്നത്. സെയിം ഒന്ന് പതുക്കെ, വല്ല കല്ലിലും തട്ടി വീഴും. കല്ലെനിക്ക് പുല്ലാണ്, പുല്ലേ. അയ്യോ, ദേ സെയിം വീണു. സെയിം വല്ലതും പറ്റിയോ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ കല്ലിൽ തട്ടി വീഴുമെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? കല്ല് പുല്ലാണെന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ശവത്തിൽ കുത്താതെ ലാമി. മതി കരഞ്ഞത്. അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കരച്ചിൽ നിർത്താം. ഞാൻ എന്തായാലും അമ്മയോട് പറയും. എന്ത്? സെയിം കല്ലിൽ തട്ടി വീണ കാര്യം. ലുവായി പ്ലീസ്, ഇത്തരം നിസ്സാര കാര്യങ്ങളൊന്നും മമ്മയോട് പറഞ്ഞ് മമ്മയെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരണോ? അല്ലേ ലാമി? അയ്യടാ, മമ്മയോട് പറഞ്ഞ സെയിമിന് വഴക്ക് കേൾക്കും. അതൊഴിവാക്കാനല്ലേ ഇങ്ങനെ വലിയ വർത്തമാനം പറയുന്നത്. ഷോ, അതും കണ്ടുപിടിച്ചു. ഇനി കാല് പിടിക്കുക രക്ഷയുള്ളൂ. അതെ ലുവായി പ്ലീസ്, മമ്മയോട് പറയല്ലേ. ഇനി ഞാൻ സ്പീഡിൽ ഹോവർ ബോർഡിൽ ഓടിക്കില്ല പ്ലീസ്. മമ്മയോട് ഞാൻ പറയില്ല. പക്ഷേ അതിന് സെയിം ഒരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാം. വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം. അയ്യോ നിർത്ത് സെയിം, ചെവി പൊട്ടിപ്പോവും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കുറച്ചു നേരം സെയിമിന്റെ ഹോവർ ബോർഡ് തരണം. ഒരിക്കലുമില്ല, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. എങ്കിൽ ലുവായി മമ്മയോട് പറയും. സെയിമിന് വഴക്ക് കേൾക്കുകയും ചെയ്യും. ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ശരി, സമ്മതിച്ചു, ഞാൻ തരാം. അങ്ങനെ വഴിക്ക് വാ. പക്ഷെ ഒരു കണ്ടീഷൻ. ഒരു റൗണ്ട്, ഒരേ ഒരു റൗണ്ട്. അത്രയും ഞാൻ സമ്മതിക്കൂ. ഓക്കെ, സമ്മതിച്ചു. ഞാൻ നമ്മുടെ ഗ്രൗണ്ട് വരെ പോയിട്ട് തിരിച്ചു വരാം. അത്രയ്ക്ക് വേണോ? അത് കുറച്ച് കൂടുതലല്ലേ? എന്റെ സെയിം, നീ ഇങ്ങനെ ആവല്ലേ. ഹോവർ ബോർഡ് കൊടുത്തേ, ലുവായി പോയി വരട്ടെ. ഓക്കേ ലുവായി, വേഗം പോയി വാ. താങ്ക് യു. വെൽക്കം. പെട്ടെന്ന് വരുമായിരിക്കും അല്ലേ ലാമി? അതെന്താ, ഹോവർ ബോർഡിൽ സെയിമിന് ദുബായിക്ക് പോകാനുണ്ടോ? അല്പം സമയമെടുത്താലും ലുവായി ഇങ്ങ് വരും കേട്ടോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് വരുമോ എന്നല്ലേ ചോദിച്ചോളൂ. അതൊരു തെറ്റാണോ? നിന്റെ ഒരു കാര്യം. വാ, ലുവായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ചു നേരം കടങ്കഥ പറഞ്ഞു കളിക്കാം. ഹായ്, കടങ്കഥ. ഞാൻ റെഡി. കടങ്കഥ. ലുവായി അല്ലേ അത്? കൂട്ടത്തിൽ ഏറ്റവും പേടിത്തൊണ്ടൻ അവനാ. ഒന്ന് പേടിപ്പിച്ചാലോ? വേണ്ട. പക്ഷെ ഇവൻ തനിച്ചേ ഉള്ളല്ലോ. ബോസിനെ ഒന്ന് അറിയിച്ചാലോ? ബോസ്. എന്താ ഫ്രെഡി? സുഖം തന്നെയല്ലേ ബോസ്? അല്ല, അല്പം സുഖക്കുറവുണ്ട്. എന്താ, വല്ല കുഴപ്പമുണ്ടോ? ഈ ബോസിന്റെ ഒരു കാര്യം, വാ തുറന്നാൽ കോമഡിയെ പറയൂ. മനുഷ്യൻ ചിരിച്ച് 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 ചാവും. നിന്റെ ഈ ഇളി കേട്ടാൽ കേൾക്കുന്നവരാ ചാവുക. വീണ്ടും കോമഡി. അയ്യോ, ഞാനിപ്പോ ചിരിച്ച് ചാവും. എടാ ഫ്രെഡി, ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. എന്ത് കാര്യം? ഒരു കാര്യമില്ല ബോസ്. അപ്പൊ നീ എനിക്ക് സുഖമാണോ എന്നറിയാൻ വിളിച്ചതാണോ? അതെ ബോസ്. ബോസിന് സുഖം തന്നെയല്ലേ? ഫോൺ വെച്ചിട്ട് പോടാ വിഡ്ഢി. ഹലോ ഹലോ, കട്ടാക്കിയോ? ഞാൻ എന്തൊരു ഞാനാ. പറയാൻ വന്ന കാര്യം മറന്നുപോയല്ലോ. ആ ലുവായി അവിടെ, അവനെങ്ങോട്ട് പോയി? എന്തായാലും ഒന്നുകൂടെ ബോസിനെ വിളിച്ചു കളയാം. ഹലോ ബോസ്. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ഫ്രെഡി നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട ബോസ്. ബോസിന് ഒരു കാര്യം അങ്ങോട്ട് വേണോ എന്ന് ചോദിക്കാനാ ഞാൻ വീണ്ടും വിളിച്ചത്. എനിക്ക് എന്ത് വേണമെന്നാ താൻ ചോദിക്കുന്നത്? ഒരു കുട്ടിയെ വേണോ? പിള്ളേരുടെ കൂട്ടത്തിലെ ലുവായി തനിച്ച് ഹോവർ ബോർഡിൽ ഇവിടെ ചുറ്റിയടിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ പറക്കും സൂത്രം പ്രയോഗിക്കാൻ ഇത് തന്നെ പറ്റിയ അവസരം. പറക്കും സൂത്രമോ? അതെന്ത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊന്നും താൻ അറിയണ്ട. ഒരു കാര്യം ചെയ്യ്. താൻ എവിടെയാ നിൽക്കുന്നതെന്ന് പറ, ഞാൻ ഉടനെ എത്താം. ഞാൻ പാർക്കിലോട്ട് തിരിയുന്ന റോഡിന്റെ സൈഡിലുണ്ട്. എങ്കിൽ അവിടെ തന്നെ നിൽക്ക, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ബോസ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഷുവർ. കാള കിടക്കും കയറോടും. എന്താ ഉത്തരം? പറ. ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ പറ. നിന്റെ ചെവിയിൽ എന്താ വല്ലതും തിരികെ വെച്ചിട്ടുണ്ടോ? കാള കിടക്കും കയറോടും. ഇപ്പൊ കേട്ടോ?
കേട്ടു. എങ്കിലും ഉത്തരം പറ. എന്താ? ലുവായി. ലുവായോ? അതാണോ അതിന്റെ ഉത്തരം? അല്ല, ലുവായി വരേണ്ട സമയമായിട്ടും കാണുന്നില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. അവനിങ്ങ് വരും ചെയ്യും. നീ ഉത്തരം പറ. കാള കിടക്കും കയറോടും. അതിപ്പോ കാള കിടക്കുകയാണല്ലോ. അപ്പോൾ കയറ് അതെങ്ങനെ ഓടും? കാള കിടക്കും കയറോടും. ഉത്തരം സിമ്പിൾ. മര്യാദക്ക് ഉത്തരം പറഞ്ഞോ, ഇല്ലെങ്കിൽ അടി കിട്ടും. അയ്യോ, അടിക്കരുത്. ഉത്തരം ഞാൻ പറയാം. അത് കാള. പറ. ഈ ലുവായി എന്താ വരാത്തത്? എത്ര നേരമായി പോയിട്ട്? സെയിം പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഇവൻ ഇത് എവിടെ പോയി? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. എവിടെ പോയതാ? നമുക്കൊന്ന് പോയി നോക്കിയാലോ ലാമി? ശരി, വാ. വന്ന് സൈക്കിളിൽ കയറ്. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അയ്യോ സെയിം, ഹോവർബോർഡ്. ലാമി, ലുവായിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ഉറപ്പായും. അതെ, ആരോ നമ്മുടെ ലുവായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഹാപ്പി വിളിക്ക് വേഗം. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹാപ്പി, അപകടം. ലുവായി കാണാനില്ല. എന്റെ ഹോവർബോർഡും കൊണ്ടുവന്നതായിരുന്നു ലുവായി. കാണാതായപ്പോ ഞങ്ങൾ അന്വേഷിച്ചു വന്നതാ. ഹോവർബോർഡ് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട് ഹാപ്പി. ശരിയാ, എന്തോ കുഴപ്പമുണ്ട്. കരയാതെ ജീം, നമുക്ക് അന്വേഷിക്കാം. എങ്കിൽ വേഗം അന്വേഷിക്കുക ഹാപ്പി. ഒന്ന് സെർച്ച് ചെയ്യേ. യെസ്, ലുവായി ഇവിടെ അടുത്തൊരു കുറ്റിക്കാട്ടിലുണ്ട്. കുറ്റിക്കാട്ടിലോ? അവനെന്തിനാ കുറ്റിക്കാട്ടിലൊക്കെ പോയിരിക്കുന്നത്? പോയതല്ല, ആരോ തട്ടിക്കൊണ്ടുപോയതാ. വാ നോക്കാം. ഫ്രെഡി, ഇവനെ ഞാൻ പറപ്പിക്കാൻ പോവുകയാണ്. വേഗം പറപ്പിക്ക് ബോസ്. എനിക്കത് കാണാൻ തിടുക്കമായി. എങ്ങനെയാണ് ബോസ് ഇവനെ പറപ്പിക്കുന്നത്? ഈ റിമോട്ടിലെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവൻ പറക്കും. പക്ഷേ ഇവന്റെ തലയിൽ കൈവച്ച് ബട്ടൺ അമർത്തിയാലേ ഇവൻ പറക്കൂ. എങ്കിൽ തലയിൽ കൈവച്ച് പറപ്പിക്കൂ ബോസ്. വെയിറ്റ് ഫ്രെഡി, ഇന്നിവനെ കിട്ടിയത് ആര് കാരണമാണ്? ഞാൻ. ഈ ഫ്രെഡി കാരണമാണ് നമുക്ക് ഇവനെ കിട്ടിയത്. ഞാൻ ആരാ മോൻ? ഭയങ്കരൻ. കണ്ടാ പറയില്ല. അതുകൊണ്ട് ഇവനെ തലയിൽ കൈവച്ച് പറപ്പിക്കാനുള്ള അവസരം ഞാൻ നിനക്ക് തരികയാണ്. ശരിക്കും? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ബോസ്. ഇതാണ് ഫ്രെഡി, ഇവനെ ഞാൻ പറപ്പിക്കാൻ പോവുകയാണ്. വേഗം പറപ്പിക്ക് ബോസ്. എനിക്കത് കാണാൻ തിടുക്കമായി. എങ്ങനെയാണ് ബോസ് ഇവനെ പറപ്പിക്കുന്നത്? ഈ റിമോട്ടിലെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവൻ പറക്കും. പക്ഷേ ഇവന്റെ തലയിൽ കൈവച്ച് ബട്ടൺ അമർത്തിയാലേ ഇവൻ പറക്കൂ. എങ്കിൽ തലയിൽ കൈവച്ച് പറപ്പിക്കൂ ബോസ്. വെയിറ്റ് ഫ്രെഡി, ഇന്നിവനെ കിട്ടിയത് ആര് കാരണമാണ്? ഞാൻ. ഈ ഫ്രെഡി കാരണമാണ് നമുക്ക് ഇവനെ കിട്ടിയത്. ഞാൻ ആരാ മോൻ? ഭയങ്കരൻ. കണ്ടാ പറയില്ല. അതുകൊണ്ട് ഇവനെ തലയിൽ കൈവച്ച് പറപ്പിക്കാനുള്ള അവസരം ഞാൻ നിനക്ക് തരികയാണ്. ശരിക്കും? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ബോസ്. ഇതാണ് അവസരം. ഇതിൽ പിടിച്ചാൽ അപകടമാ. എന്തെങ്കിലും ഇതെങ്ങനെ? എന്റെ റിമോട്ട്. ഞാനും പോയേ. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ മഹാനായ ഡഗ്ലസും വീരശൂരനായ ഫ്രെഡിയും സൂര്യനിൽ വിരുന്നു പോയി. കരിഞ്ഞുണങ്ങി തിരിച്ചു വരുമായിരിക്കും ഇനി. അവരെ ഇനി വിറകിന് പോലും കൊള്ളില്ല.